പക്ഷെ ഇതെങ്ങനെയാണ് ഏറ്റവും വലിയ പവർഫുൾ ടൂളായിട്ട് മാറുന്നത്? സംസ്കൃത ശ്ലോകങ്ങൾ അല്ലെങ്കിൽ സംസ്കൃത മന്ത്രങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇവർക്ക് ഈ കർമ്മം ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് ഹീൽ ചെയ്യാൻ എത്ര ടൈം വേണം? രാഹുലിനെ അപേക്ഷിച്ച് അരമണിക്കൂർ. ജാവനീസിനെ സംബന്ധിച്ച് ജസ്റ്റ് 2 to 3 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് ഹീൽ ചെയ്യാം. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഒരാളെ ഹീൽ ചെയ്യാം. ഞാൻ തുടങ്ങിയത് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ നോർമലി ലോ ഓഫ് അട്രാക്ഷൻ എന്തിനാണ് പഠിക്കുന്നത്? യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് എന്തും അട്രാക്ട് ചെയ്യാം. അതെ, ആഗ്രഹങ്ങൾ സഫലമാകാൻ പഠിച്ചു, വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ പവർഫുൾ ടൂൾ. നമ്മൾക്ക് എല്ലാത്തിലും പവർഫുള്ളാണ്. എല്ലാത്തിനും പവർഫുള്ളാണ്. ഒരിക്കലും ഒരു ജാവനീസ് പഠിച്ച ഒരാൾക്ക് ഒരു ബ്ലാക്ക് മാജിക്കിനെ പേടിയുണ്ടാവില്ല. അവൻ്റെ പവർ ബ്ലാക്ക് മാജിക്കിനേക്കാൾ എത്രയോ മുകളിലാണ്. അവനറിയാം ഇതെങ്ങനെ സോൾവ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റത്തെ 2 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും തന്നെ ആൾ ക്ലീൻ ആവും. പിന്നെ അവരിലോട്ട് ഓട്ടോമാറ്റിക്കലി അവർക്ക് വരാൻ പോകുന്ന ഫസ്റ്റ് വരെ എന്താ പറയുക, മനസ്സമാധാനം, സന്തോഷം. റേക്കി ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ്, അങ്ങനെ ഒരുപാട് മൊഡാലിറ്റി ഹീലിംഗുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവർക്കെല്ലാം ഇപ്പോൾ ഒരുപാട് ഹീലർമാരുണ്ട്. ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരിടം അല്ലെങ്കിൽ പുതിയൊരു ഹീലിംഗ് മൊഡാലിറ്റിയെ പറ്റിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സഫ്ദർ അഹമ്മദാണ്. നമസ്തേ ചേട്ടാ. നമസ്തേ ചേട്ടാ, ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, റേക്കി ഹീലിംഗ് അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ്, ഇത്തരത്തിലുള്ള മൊഡാലിറ്റികൾ. ഇത്തരത്തിലുള്ള ഹീലർമാർക്ക് ട്രെയിനിങ് ചെയ്യുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹീലിംഗ് മൊഡാലിറ്റി എന്ന് പറയുന്നത്? ജാവനീസ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഹീലേഴ്സിനെ ഹീൽ ചെയ്യുന്ന ഒരു മൊഡാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പല മൊഡാലിറ്റീസിലും നമ്മൾ കാണുന്ന ഒരു മേജർ പ്രോബ്ലം കർമ്മ ഒരു വലിയ വിഷയമാണ്. രാഹുലിനൊരു തലവേദന ഉണ്ട്. ഞാൻ രാഹുലിൻ്റെ തലവേദന ഹീൽ ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അതേ തലവേദന കൊണ്ട് നടക്കുന്നു. രാഹുൽ ഹീലായിട്ട് പോയി. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രോബ്ലം, ഞാൻ രാഹുലിനെ ഹീൽ ചെയ്യുന്നു, വേറെ ഒരാളെയും കൂടി ഹീൽ ചെയ്യുന്നു. എൻ്റെ എനർജി ഫുള്ളി ഡ്രെയിൻ ആയിട്ടുണ്ടാവും. കാരണം ഞാൻ ഒരു എന്താ പറയുക, ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ ഓടിയതുപോലെ എൻ്റെ എനർജി ഫുള്ളി ഡ്രെയിൻ ഔട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ബേസിക്കലി അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രാണ ഊർജം വെച്ചിട്ടാണ് നമ്മൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് റേക്കി ആയിക്കോട്ടെ, പ്രാണിക് ഹീലിംഗ് ആയിക്കോട്ടെ. ജാവനീസിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രാണ ഊർജം ഉപയോഗിച്ച് ഒന്നും ചെയ്യുന്നില്ല. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ റേക്കി പഠിക്കുന്നവരാണെങ്കിലും പ്രാണിക് ഹീലിംഗ് ആണെങ്കിലും വേറെ ഹീലിംഗ് മൊഡാലിറ്റികളാണെങ്കിലും ഇവരെല്ലാം പറയുന്നത് അവരുടെ ഹീലിംഗ് ആണ് ഏറ്റവും പവർഫുൾ എന്നാണ് പറയുന്നത്. ഞാൻ ഒരു ഹീലിംഗ് പവർഫുൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഹീലിംഗ് എല്ലാം പവർഫുള്ളാണ്. ഇതിൽ ഒരു മെയിൻ ഡ്രോപ്പ് ബാക്ക്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത് പ്രാണിക് ഹീലേഴ്സാണ്. അതേപോലെ റേക്കി ഹീലേഴ്സാണ്. ഇവരൊന്നും നിസ്സാര ബേസിക് ക്ലാസ്സുകൾ കഴിഞ്ഞ ആൾക്കാരല്ല, ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. അതേപോലെ വലിയ പൊസിഷനിലുള്ള ആൾക്കാരാണ് ഞങ്ങളടുത്ത് വന്നിട്ട് പഠിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെയാണ് ഏറ്റവും വലിയ പവർഫുൾ ടൂളായിട്ട് മാറുന്നത്? നമ്മൾ മന്ത്രസാധനകൾ ആണല്ലോ നമ്മുടെ ബേസ്. നമ്മൾ പറഞ്ഞ നമ്മുടെ സംസ്കൃത ശ്ലോകങ്ങൾ അല്ലെങ്കിൽ സംസ്കൃത മന്ത്രങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇവർക്ക് ഈ കർമ്മം ഉണ്ടായിരുന്നില്ല. ഇതുപോലെയാണ് ജാവനീസ് മന്ത്രങ്ങളെ യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് മന്ത്രം, ഇറ്റ്സ് എ സ്ക്രിപ്റ്റ്. ജാവനീസിലുള്ള സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഒരാളെ ഹീൽ ചെയ്യുന്നത്. അതുപോലെ ഇതിന് ഓരോരോ കാര്യങ്ങൾക്ക് യൂണീക്ക് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ടൂൾ മീൻസ് ഇറ്റ്സ് എനർജി. ആ എനർജി എല്ലാത്തിനും ഡെഡിക്കേറ്റഡ് എനർജിയാണ്. നമ്മൾ പ്രാണ എനർജി വെച്ച് എല്ലാം സോൾവ് ചെയ്യല്ല, റേക്കി എനർജി വെച്ച് എല്ലാം സോൾവ് ചെയ്യല്ല. ഡെഡിക്കേറ്റഡ് എനർജീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജം എവിടെയും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഊർജ്ജം നമ്മുടെ കയ്യിലും നമ്മൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിലുള്ള ഡിവൈൻ എനർജീസ് യൂസ് ചെയ്തിട്ടാണ്. ഡെഡിക്കേറ്റഡ് നെയിമുള്ള ഡെഡിക്കേറ്റഡ് എനർജീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജാവനീസിൻ്റെ ഒരു മെയിൻ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേക്കി ഹീലർ ഓർ ഒരു പ്രാണിക് ഹീലർ ഒരാൾക്ക് ഹീൽ ചെയ്യാൻ എത്ര ടൈം വേണം? രാഹുലിനെ അപേക്ഷിച്ച് അരമണിക്കൂർ 30 to 40 മിനിറ്റ് വേണം ഒരാളെ ഹീൽ ചെയ്യാൻ. ജാവനീസിനെ സംബന്ധിച്ച് ജസ്റ്റ് 2 to 3 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് ഹീൽ ചെയ്യാം. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഒരാളെ ഹീൽ ചെയ്യാം. അതെങ്ങനെയാണ് 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഒരാളുടെ പ്രശ്നം മാറ്റുന്നത്? അതാണ് ജാവനീസ്. ഇറ്റ്സ് ഇൻസ്റ്റൻറ്റ് റിസൾട്ടുമാണ്. കാരണം ഇത് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് ജസ്റ്റ് അവരൊരു 5 to 10 മിനിറ്റ്സ് റിലാക്സ് ചെയ്യാൻ വിടുക. ആൾ എഴുന്നേൽക്കുന്ന സമയത്ത് ആളുടെ പ്രോബ്ലംസ് കുറഞ്ഞിട്ടുണ്ടാവും, പ്രശ്നം മാറും.
പക്ഷേ ഇതിനകത്ത് മറ്റൊരു വിഷയം, ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അങ്ങ് പറഞ്ഞതാണ് ഇതൊന്നും പഠിച്ചിരുന്ന ഒരാളല്ല, ഇതിനപ്പുറത്തേക്ക് ആഡ് ഫിലിമൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറായിരുന്നു. സത്യം. അപ്പോൾ അവിടെ നല്ല രീതിയിൽ കാശുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് വന്നു വിട്ടത്? സത്യത്തിൽ ക്യൂരിയോസിറ്റിയുടെ മുകളിലാണ് ഞാൻ ജാവനീസ് വരെ എത്തുന്നത്. ഞാൻ തുടങ്ങിയത് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ നോർമലി ലോ ഓഫ് അട്രാക്ഷൻ എന്തിനാണ് പഠിക്കുന്നത്? യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് എന്തും അട്രാക്ട് ചെയ്യാം. അതെ, ആഗ്രഹങ്ങൾ സഫലമാകാൻ. പഠിച്ചു, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലം അത് മാറ്റി വെച്ചു. അടുത്ത് ഞാൻ NLPയുടെ പുറകെ പോയി. അപ്പോൾ NLP ഈ പറയുന്ന പോലെ പല ലെവൽസാണ്, എല്ലാ ലെവൽസിൻ്റെ പുറകെ പോയി കഴിഞ്ഞ സമയത്ത് എനിക്ക് പലപ്പോഴും NLPയിലും എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. നമുക്ക് പറ്റിയതല്ലെന്ന് തോന്നി. പറ്റിയതല്ല എന്നല്ല, നമുക്കൊരു ക്ലാസ് കഴിയുന്ന സമയത്ത് 2 ദിവസം ഫുൾ ചാർജ് ആയിരിക്കും. 3-ാമത്തെ ദിവസം മുതൽ നമ്മുടെ ചാർജ് കുറഞ്ഞ് 4-ാമത്തെ ദിവസം ചാർജ് ഉണ്ടാവില്ല. അവിടെ നിന്നാണ് ഞാൻ ഹിപ്നോസിസിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അങ്ങനെ ഹിപ്നോസിസ് ഒരു പവർഫുൾ ടൂളാണ്. NLP മോശമെന്നല്ല, NLP നമ്മൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഈ ഹിപ്നോസിസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അവിടെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയ സമയത്താണ് അവിടുന്ന് മെസ്മറിസം എന്ന് പറയുന്നൊരു ഹുക്ക് കിട്ടുന്നു. പിന്നെ മെസ്മറിസത്തിൻ്റെ പുറകെ പോയി. അവിടെ നിന്നാണ് മാഗ്നറ്റിസം എന്ന് പറയുന്നൊരു വേർഡ് നമ്മൾ കേൾക്കുന്നതും. ഒരാളെ നമ്മുടെ ഊർജ്ജം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രാണ ഊർജ്ജം വെച്ചിട്ടാണ് മെസ്മറിസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണിൻ്റെ പവറും നമ്മുടെ പ്രാണ ഊർജ്ജം വെച്ചിട്ടാണ് മെസ്മറിസം വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. ഞാനൊരു തവണ അസർബൈജാനിൽ ട്രാവൽ ചെയ്ത സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് ബാക്ക് പെയിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നോട് ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മുടെ തൊട്ട മുന്നിൽ MBBS സ്റ്റുഡൻസ് ഉണ്ട് 2-3 ആൾക്കാർ. ഞാൻ പറഞ്ഞു മരുന്ന് എഴുതി കൊടുക്കും. ഇത് മരുന്നിലൊന്നും നിൽക്കില്ല, ആളിവിടെ റെസ്റ്റ് എടുക്കണം, ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പം ഞാൻ ചോദിച്ചു ഞാനൊരു സാധനം ചെയ്ത് നോക്കട്ടെ. ജസ്റ്റ് മെസ്മറിസമാണ് ഞാൻ അവിടെ യൂസ് ചെയ്തു. ഞാൻ മെസ്മറിസം യൂസ് ചെയ്തു. ആള് പിറ്റേ ദിവസം ഞങ്ങളുടെ കൂടെ ഫ്ലൈ ചെയ്ത് നാട്ടിൽ വന്നു. ആൾക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ സംഭവിച്ചത്, ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് ഞാൻ ബാംഗ്ലൂർ ഒരു ഷൂട്ടിന് വേണ്ടി പോയി. ഷൂട്ട് കംപ്ലീറ്റ് ആയി. ഈവനിങ്ങിൽ ഞാനൊന്ന് കുളിച്ചതാണ്. ജസ്റ്റ് നമ്മൾ ഒരു മഗ് മാക്സിമം 1/2 കിലോ അല്ലേ ഉണ്ടാവും, ഒന്ന് കുളിച്ചതാണ്. ചെറുതായിട്ട് ബാക്കിന് എവിടെ ഒന്ന് ക്ലിങ് ഒരു സൗണ്ട് വന്നു. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റുന്നില്ല. സെയിം അവസ്ഥ. അവിടെ മാറ്റിയ ബാക്ക് പെയിൻ ഇവിടെ കിട്ടി. ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ട്രിഗറായി. കാരണം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഈ ലേഡിയെ വിളിച്ചു, എൻ്റെ ക്ലോസ് സുഹൃത്താണ്, ഇവരെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഇവരുടെ സിംറ്റംസ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. നീ ബാക്ക് സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് ഇങ്ങനെ പെയിൻ ഉണ്ടോ? കറക്റ്റാണ്. നിനക്ക് ഇന്ന പെയിൻ ഉണ്ടോ? അതുണ്ട്. എൻ്റെ ബോഡിയിൽ അവളുടെ ബോഡിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ബോഡിയിൽ. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എനർജി ട്രാൻസ്ഫർ ആയതാണ്. അവരുടെ എനർജി നമുക്ക് ട്രാൻസ്ഫർ ആയി. പക്ഷെ അതെങ്ങനെ? ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഇപ്പോൾ ബാക്ക് പെയിൻ വരുന്നത് നമ്മൾ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടല്ലേ? സത്യം. പക്ഷെ അതെങ്ങനെ നമുക്ക് വരും? എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ആളാണെങ്കിൽ ഓക്കെ, അത് എന്നിലോട്ട് വരും എന്ന് പറയാം. എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ആളല്ല ഞാൻ. അതെങ്ങനെ വരും? അതിനാണ് കർമ്മ എന്ന് പറയുന്നത്. അവരുടെ കർമ്മ നമ്മളെടുത്ത് ഒഴിവാക്കുന്നു. ഇത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എനർജി നൈദർ ബി ക്രിയേറ്റഡ് ഓർ ട്രാൻസ്ഫേർഡാണ്. ഇത് ട്രാൻസ്ഫറായി. ഇത് എനർജി അവർക്കപ്പോൾ മാറിയിരുന്നു. അവർക്ക് മാറി. അവർക്ക് ആ പ്രോബ്ലം സോൾവ് ആയി. ഞാൻ ഒരാഴ്ച ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് ബെഡ് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സത്യമായിട്ടുള്ള കാര്യം 100% ഉള്ള സാധനമാണ്. അതിനുശേഷം എൻ്റെ റിസർച്ചായിരുന്നു എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്ന ഒരു മൊഡാലിറ്റി ഉണ്ടാവും. പല മൊഡാലിറ്റീനെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തു, പലതിൻ്റെ പുറകെ പോയി, പല മാസ്റ്റേഴ്സിനെ സമീപിച്ചു. എല്ലാത്തിൻ്റെ അവസാനം ഇവരടിവര വരും. ഈ കർമ്മയുടെ കേസിൽ വരുമ്പോൾ ഇവർ അടിവരയിടും. അങ്ങനെയാണ് ഞാൻ ജാവനീസ് മാഗ്നറ്റിസം കേൾക്കുന്നത്. അതിൻ്റെ പുറകെ പോയി ഇന്ന് ഏറ്റവും സേഫായിട്ട് എനിക്കൊരാളെ ധൈര്യത്തോടെ ഹീൽ ചെയ്യാൻ പറ്റുന്നത് അത് പഠിച്ചതിന് ശേഷം. അതിന് മുന്നേ ഞാൻ ഒരാളെ ഹീൽ ചെയ്യില്ല. ആരെങ്കിലും ഒന്ന് ഹീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും ഒഴിവഴിവ് പറഞ്ഞ് മുങ്ങും. കാരണം എന്ന് വെച്ചാൽ ഇത് എന്നെ നന്നായിട്ട് പേടിപ്പിച്ചു. കാരണം ഒരു 1 വീക്ക് എനിക്ക് ബെഡ് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ടോ? ബെഡ് കിടന്നാൽ എനിക്ക് തിരിയാൻ പറ്റില്ല, മറയാൻ പറ്റില്ല. ഒരാളെ എനിക്ക് നമ്മൾ ഇങ്ങനെ കൈ വെച്ച് തന്നാൽ ഞാൻ ആ കൈൻ്റെ മുകളിൽ കിടക്കും. എന്നിട്ട് ആളിങ്ങനെ ലിഫ്റ്റ് ഇറക്കുന്ന പോലെ ഇറക്കി ബെഡിൽ വെച്ചിറക്കും. അതോടെ ഞാൻ
അതിനാണുള്ള സൊല്യൂഷനായിരുന്നു എൻ്റെ ജാവനീസ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ യാത്ര. ജാവനീസിൽ ജാവനീസിലുള്ള ഒരുപാട് മൊഡാലിറ്റീസ് പഠിക്കാൻ പറ്റി. ഈ ജാവനീസ് മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണത്? ഇന്തോനേഷ്യയുടെ ഒരു പഴയ ലാംഗ്വേജാണ് ജാവനീസ്. ഈ മൊഡാലിറ്റി ഒരു 2800 കൊല്ലം പഴക്കമുള്ള മൊഡാലിറ്റിയാണ്. അതേപോലെ ഇന്തോനേഷ്യയിൽ ജാവ ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം. ഇവർ ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തത് അവരുടെ അന്നുള്ള നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് യൂണിവേഴ്സിൽ നിന്ന് നന്മ അട്രാക്റ്റ് ചെയ്യാനും അവർക്ക് അബണ്ടൻസ് ഉണ്ടാവാനും അവർക്ക് വരുന്ന അസുഖങ്ങൾ മാറാനും ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ അവർ ഡിസൈൻ ചെയ്തത്. ഈ ടൂൾ ഡിസൈൻ ചെയ്യുമ്പം അന്നത്തെ കാലത്ത് നമുക്കറിയാലോ മെഡിക്കൽ സിസ്റ്റങ്ങളൊക്കെ വളരെ കുറവാണ്. 2800 കൊല്ലം പഴക്കത്തിൽ അന്ന് വൈദ്യന്മാരൊക്കെ ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. ഇതിൻ്റെ സൊല്യൂഷനായിരുന്നു ജാവനീസ് മാഗ്നറ്റിസം. പക്ഷേ ഇതിന് ഓൾറെഡി ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ടിബറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, നമ്മുടെ ഈജിപ്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, നമ്മുടെ അറബ് കൺട്രീസിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് പ്യുവർലി ജാവനീസ്. ഇതിന് എല്ലാവരുടെയും ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം നമ്മുടെ ചില മന്ത്രങ്ങളും ചില പേരുകളൊക്കെ കേൾക്കുന്നു, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയ പല സാധനങ്ങളും ഇതിലുണ്ട്, അറബ്സിൽ നിന്ന് പോയ പല സാധനങ്ങളും ഇതിലുണ്ട്, ഈജിപ്തിൽ നിന്ന് പോയ പല സാധനങ്ങളും ഇതിലുണ്ട്. അപ്പം ഓൾറെഡി ഇതെല്ലാം കണക്റ്റഡ് ആണ്. പക്ഷേ ഇന്ന് എനിക്ക് ഫീൽ ചെയ്തത്, ഇപ്പം ഞാൻ ഇത് ലോകത്തിലെ അവസാനത്തെ ഹീലിംഗ് മൊഡാലിറ്റി ആണെന്നല്ല പറയുന്നത്. ഇറ്റ്സ് എ പവർഫുൾ ടൂൾ. നമ്മൾക്ക് എല്ലാത്തിലും പവർഫുള്ളാണ്. നമുക്ക് ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത്, ഹ്യൂമനെ സംബന്ധിച്ചുള്ള സോൾവ് ചെയ്യാനുള്ളത് ജാവനീസിലുണ്ട്. ഏതൊക്കെ പ്രോബ്ലംസ് നമുക്ക് ഇത് വെച്ച് സോൾവ് ചെയ്യാം? ബേസിക് നമുക്ക് പറയാം, ഫിനാൻഷ്യൽ ഒരു മനുഷ്യന് ആദ്യത്തെ പ്രോബ്ലമാണ്. അടുത്തത് ഹെൽത്ത്, അടുത്തത് സൈക്കോളജിക്കൽ മെൻ്റൽ റിലേറ്റഡ് ഇഷ്യൂസ്, പിന്നെ റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ നെഗറ്റീവ് എൻറ്റിറ്റീസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന സാധനമാണ് ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എൻറ്റിറ്റീസ്. അതെ, ഇതിനെല്ലാം സൊല്യൂഷൻസ് ഉണ്ട്. ഉണ്ട്. ഒരിക്കലും ഒരു ജാവനീസ് പഠിച്ച ഒരാൾക്ക് ഒരു ബ്ലാക്ക് മാജിക്കിനെ പേടി ഉണ്ടാവില്ല. അതിനൊരു കാരണമുണ്ട്. അവൻ്റെ പവർ ബ്ലാക്ക് മാജിക്കിനേക്കാൾ എത്രയോ മുകളിലാണ്. അവനറിയാം ഇതെങ്ങനെ സോൾവ് ചെയ്യണം, ഇതെങ്ങനെ ഡിഫ്യൂസ് ചെയ്യണം എന്നറിയാം. അതാണ് ഈ ഒരു ടൂളിൻ്റെ പവർ. ഇതിന് എവിടെ നിന്നാണ് ആ പവർ വരുന്നത്? ഇപ്പോൾ നമ്മൾ റേക്കിയൊക്കെ പറയുമ്പോൾ യൂണിവേഴ്സൽ എനർജിയാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ജാവനീസ് യൂണിവേഴ്സൽ എനർജിയാണ്, പ്യുവർ യൂണിവേഴ്സൽ എനർജിയാണ്. പക്ഷേ നമുക്ക് എല്ലാത്തിനും ഡെഡിക്കേറ്റഡ് എനർജീസ് ഉണ്ട്. നിങ്ങളെ ഹീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജി യൂസ് ചെയ്തിട്ടല്ല ഞാൻ നിങ്ങളുടെ മണി ബ്ലോക്ക് മാറ്റുന്നത്. നിങ്ങളുടെ മണി ബ്ലോക്ക് മാറ്റാൻ യൂസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ടല്ല നിങ്ങൾക്ക് ലക്കും അബണ്ടൻസും എല്ലാം അട്രാക്റ്റ് ചെയ്യുന്നത്. എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. എങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് പണമാണല്ലോ പ്രശ്നം. അപ്പോൾ പണത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും പലപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരുവിധ പ്രശ്നങ്ങളെല്ലാം എല്ലാവരുടെയും മാറും. അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് അയാൾക്ക് അങ്ങനെ അഭിവൃദ്ധി അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരാൻ കഴിയുന്നത്? മെയിൻലി നമ്മുടെ ചക്രാസ്. ജാവനീസിൻ്റെ സിസ്റ്റം പ്രകാരം ചക്രാസിൽ വരുന്ന ബ്ലോക്കേജുകളാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റൂട്ട് ചക്ര, നമ്മുടെ സീക്രൽ ചക്ര, ഇതിലൊക്കെ വരുന്ന പല ബ്ലോക്കേജുകൾ കാരണമാണ് നമ്മളിലോട്ട് മണി വരാത്തത്. നമുക്ക് ആ ഒരു ബ്ലോക്കേജാണ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ മാറ്റുന്നത്. ഒരാൾക്ക് ആദ്യം നമ്മളെ അടുത്തോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഓടി തന്നിട്ട് ഞങ്ങൾക്ക് കാശ് തരാമെന്ന് പറയല്ല. നിങ്ങളോട്ട് മണിയല്ല അട്രാക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊരു പൈപ്പ് ബ്ലോക്കായാലും നമ്മൾ എന്താ ചെയ്യാറ്, ആ പൈപ്പിൻ്റെ ബ്ലോക്ക് തീർത്തിട്ടാണല്ലോ പിന്നെ വെള്ളം ഒഴിക്കുക. അതെ, ദ സെയിം സിസ്റ്റം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ബ്ലോക്ക് മാറ്റും, അതിന് ശേഷമാണ് അവർക്ക് മണി വരാനുള്ള എനർജീസ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ ഇനീഷ്യൽ സ്റ്റേറ്റിൽ മുതൽ നമ്മുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്നത് മുതൽ അവരുടെ ലൈഫിൽ അതിനുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇതിൽ എൻ്റെ ഒരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഹീൽ ചെയ്ത് മാറ്റാം. ഇപ്പോൾ മണി ബ്ലോക്ക് സാമ്പത്തിക പ്രശ്നമാണല്ലോ, മണി ബ്ലോക്ക്. ആ മണി ബ്ലോക്ക് മാറ്റാൻ നമുക്ക് എത്ര സമയം വേണ്ടി വരും? ഒരു ദിവസം. ഇപ്പോൾ അത് ഓരോരുത്തരുടെ എനർജി നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അവർക്ക് എത്ര ദിവസം വേണ്ടി വരുമെന്ന് നമ്മൾ തീരുമാനിക്കാറ്. നോർമൽ കേസിൽ ഹീൽ ചെയ്യാൻ വേണ്ടി 2 മിനിറ്റോ 3 മിനിറ്റോ മതി ഒരാളെ ഹീൽ ചെയ്യാൻ ഒരു ദിവസം. ചില സമയത്ത് ഇപ്പോൾ ചില കേസുകളിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്ന കേസുകളുണ്ടോ. പാരമ്പര്യമായിട്ട്
പല ഇറ്റ്സ് നോട്ട് ബ്ലാക്ക് മാജിക്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളിലോട്ട് പല എനർജീസിനെ ഇൻഫ്യൂസ് ചെയ്ത് വെച്ച് നെഗറ്റീവ് ആൻറ്റിറ്റീസ് ഇത് നമ്മളെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന പല അവസ്ഥകൾ വരും. ഇതൊരു കാരണമാണ് നമ്മുടെ മണി ബ്ലോക്കിന്. അതിന് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് മണി ബ്ലോക്ക് അല്ല കൊടുക്കേണ്ടത്. ഇവരുടെ ബോഡിയിൽ വന്ന ആ ഒരു എനർജി നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്തത്, അവരെ ക്ലെൻസ് ചെയ്യും. അതിന് ശേഷമാണ് അവർക്കുള്ള മണി ബ്ലോക്ക് മാറാനുള്ളത് കൊടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ അവരെ മണി അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫസ്റ്റത്തെ 2 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും തന്നെ ആൾ ക്ലീൻ ആവും. പിന്നെ അവരിലോട്ട് ഓട്ടോമാറ്റിക്കലി അവർക്ക് വരാൻ പോകുന്ന ഫസ്റ്റ് വരെ എന്താ പറയുക, മനസ്സമാധാനം, സന്തോഷം, ഫാമിലി റിലേഷൻസ് ഭയങ്കര സ്ട്രോങ് ആവും. ഈ സമയം മുതൽ തന്നെ ഇവരുടെ ലൈഫിൽ ചേഞ്ചസും വരാൻ തുടങ്ങും. അപ്പോൾ മണി ബ്ലോക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും. ഒരു പരിധി വരെയൊക്കെ മണി ബ്ലോക്കാണ് നമ്മുടെ ഒരു മേജർ പ്രോബ്ലംസ് വരുന്ന. മണി മാത്രമല്ല, നമുക്ക് റിലേഷൻഷിപ്പ് വേണം, നമുക്ക് എല്ലാം നമുക്ക് വേണം, മണിയും വേണം.